കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ്. സഹയാത്രികരായി മുന്നോട്ടു പോകാമെന്ന നിർദ്ദേശം PV അൻവറിനെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അൻവർ മുന്നോട്ട് വച്ച മറ്റ് നിർദ്ദേശങ്ങൾ UDFൽ പിന്നീട് ചർച്ച ചെയ്യും. നാളെ വൈകിട്ട് ലീഗ് നേതാക്കളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തും. തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചയിൽ PV അൻവർ മുന്നോട്ട് വെച്ചത്. അതിന് കഴിയില്ലെന്നും എല്ലാവിധ രാഷ്ട്രീയ സംരക്ഷണവും ഒരുക്കാമെന്നുമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. സഹയാത്രികരായി മുന്നോട്ടു പോകാമെന്ന് അറിയിക്കുകയും ചെയ്തു. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ KPCCയും UDFും പിന്നീട് വിശദമായി ചർച്ച ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ധാരണയായി. കോൺഗ്രസുമായിട്ടും UDFുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും. PV അൻവർ ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഒരു ഉപാധിയും വെച്ചിട്ടില്ല. അദ്ദേഹം എംപ്റ്റി ഹാൻഡും കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടുള്ള UDF പ്രവേശനം സാധ്യമല്ല എന്ന നിലപാടാണ് അൻവറിനുള്ളത്. അപ്പോഴും പിണറായി സത്തെ താഴിറക്കാൻ UDFുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അൻവർ ആവർത്തിക്കുന്നു. വിപുലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കിംഗ് എങ്ങനെ പിണറായി സത്തെ തകർക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയമായി ഡിസ്കസ് ചെയ്ത് 1 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരാണ് കോൺഗ്രസ് നിലപാട് അൻവറിനോട് വിശദീകരിച്ചത്. KR സാജു, മീഡിയ 1, തിരുവനന്തപുരം.